ഗുജറാത്തിൽ ഇത് 243 പ്രവൃത്തി ദിവസമാണുള്ളത്. ഗുജറാത്തിൽ. ഉത്തർപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. കർണാടകത്തിൽ 244 പ്രവൃത്തി ദിവസമാണുള്ളത്. ആന്ധ്രാപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. ഡൽഹിയിൽ 220 എന്നീ പ്രകാരമാണ് പ്രവൃത്തി ദിവസങ്ങളുള്ളത്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം. പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത തീരുമാനം എന്താ? 15 രാവിലെയും 15 വൈകുന്നേരം അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അല്ല, നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ. നമ്മൾ ഒരിക്കലും ആരോടും ചർച്ച ചെയ്യില്ലെന്നോ പിന്നെ അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അല്ല, കോടതിയിൽ പോകണമെന്നോ അല്ല, അത് അവര് പോട്ടേതോ? പരാതിയുള്ളവർക്ക് വേണമെങ്കിൽ കോടതി പോവാം. അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ഉറപ്പ് കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നുകൂടെ വ്യക്തമാക്കാം. നമ്മളൊരു ജനാധിപത്യ സംവിധാനമാണല്ലോ. ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരുമായി ചർച്ച ചെയ്യുന്നു. നമ്മൾ പിന്നെ ഒരു കാലഘട്ടത്തിലും ലോകം അവസാനിക്കുന്നവരെ ഈ വിഷയത്തെ ചർച്ച ചെയ്യില്ല എന്നൊരു നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ. അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ്. അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല, ഇനി വേറെ ഏതെങ്കിലും പിന്നെ പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിൽ ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഏത് വിഷയം വേണോ ചർച്ച ചെയ്യാം. അതെ, അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലോ ആദ്യമേ പറഞ്ഞല്ലോ. ഗവൺമെൻറ് നിലപാടെല്ലാം നന്നായി പറഞ്ഞവരെ മനസ്സിലാക്കിച്ചു. അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഇത്രയും ദിവസം ബോധ്യപ്പെടാത്തതുകൊണ്ടാണല്ലോ അവർ ചർച്ചയ്ക്ക് വരികയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ഞാൻ നമ്മുടെ നിലപാട് പറഞ്ഞു, ബാക്കി ഇനി അവരോട് ചോദിക്കുക. അവർ മാത്രമല്ല, ബാക്കി ഞാൻ പറഞ്ഞ CMS കാരുണ്ട്, KPS MA കാരുണ്ട്, എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, മദ്രാസ ബോർഡുണ്ട്, അവരെല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഉപാധിയൊന്നും വച്ചിട്ടില്ല. അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ പറയാൻ പറ്റുന്ന ഉപാധികളായിരിക്കില്ല. അവർക്ക് പക്ഷെ ബോധ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വർഷം അതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും ഓരോ വാക്കിനും ഓരോ സെന്റൻസിനും നമ്മൾ എന്തിനാണ് അവരുടെ അഭിപ്രായം പറയുന്നത്? അല്ലല്ല, കോടതി അങ്ങനെ പറഞ്ഞില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയി ഈ കോടതിക്ക് നാളെ തള്ളിയാൽ കോടതി വിധി ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കെന്ന് പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കോടതി വിധി ഇങ്ങനെ മറിയും തിരിഞ്ഞിരിക്കും. ഇപ്പം നിലവിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്.
ഞാൻ പറയേണ്ടത് അങ്ങ് പറഞ്ഞ് ക്ലിയറാക്കി. അതെ, എന്ത് ചെയ്യാൻ മണിയണ്ട, ജനാധിപത്യ സംവിധാനമല്ലേ. ഇല്ല, അത് രാവിലെ മുതൽ തുടങ്ങിയാണല്ലോ, നമ്മൾ ചിരിയും കളിയുമായിട്ട് രാവിലെ മുതൽ തുടങ്ങിയാണല്ലോ. അല്ലേ, ഇതിലിപ്പോൾ അങ്ങനെ അവർ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ, അതിലൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, കായിക അധ്യാപകർ ഇച്ചിരി പിണക്കത്തിലാണ്. അതായത് അവരോട് പിന്നെ 300-ന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ തീരുമാനിക്കുമ്പോൾ 17 അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും. അത് 500-ന് അല്ലേ, 500-ന് തീരുമാനിക്കുമ്പോൾ ഒരു അധ്യാപകൻ്റെ ജോലി നഷ്ടപ്പെടും. അത് 300-നൊന്നും തീരുമാനിക്കണം. അത് തീരുമാനിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്ത്, പക്ഷേ ആ സമയത്ത് ഒന്നും അത് നടന്നിട്ടില്ല. എന്തായാലും 2-3 ദിവസം അത് നടക്കുകയും അവർ തന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ ടൂർണമെൻറ്റ് നടത്തണമെങ്കിൽ നിങ്ങൾ നടത്താതെ നമ്മൾ വേറെ പകരം ബദൽ സംവിധാനം ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ടൂർണമെൻറ്റ് നടത്തുക, നമുക്ക് ഈ പ്രശ്നം പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് വിഷമത്തിലാണ്. അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നടത്തി തീർക്കാം, കുഴപ്പമില്ല. ഉറപ്പല്ലേ, പ്രത്യേകിച്ച് ഫുട്ബോളും കൂടെ അല്ലേ. നമ്മുടെ പിന്നെ ഈ ജയിലിൽ നിന്ന് ചാടിയ കക്ഷിയോടെ പോയി തിരിച്ചു കിട്ടിയോ? അല്ല, ഞാൻ പറഞ്ഞത് ആരോ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആരോ ഒരു സുഹൃത്ത് ചോദിച്ച് എന്ത് സാബി, ഇപ്പം ഞാൻ പറഞ്ഞ കേരളത്തിലെ സ്റ്റുഡൻ്റ് ഒന്നും അല്ലല്ലോ അയാൾ, വിദ്യാഭ്യാസ ആണോ? ഇന്ന് അവസാനിപ്പിക്കാം, നാളെ പറയും. മാറ്റം വിവിധ സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തി. ചില സംഘടനകൾ വിയോജിപ്പ് അറിയിച്ചു. ഭൂരിഭാഗം സംഘടനകളും സ്വാഗതം ചെയ്തു. നിലവിലെ സാഹചര്യവുമായി മുന്നോട്ടു പോകും. ചർച്ചയിൽ സമവായം. സ്കൂൾ സമയമാറ്റത്തിൽ വഴങ്ങി സമസ്ത തൃപ്തരെന്ന മന്ത്രി വി ശിവൻകുട്ടി. സമസ്തയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പരാതിയുണ്ടെങ്കിൽ അടുത്ത അധ്യയന വർഷത്തിൽ പരിശോധിക്കുമെന്നും മന്ത്രി. നിലവിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി.